വിശദമായ വാർത്തകളിലേക്ക്. പേട്ടയിലെ റെയിൽവേ ആശുപത്രിയിലെ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തിയ വെടിയുണ്ടകൾ RPF ഉപയോഗിക്കുന്നത് തന്നെയെന്ന് പ്രാഥമിക നിഗമനം. 1985, 87, 99 RPF ബാച്ചുകൾക്ക് നൽകിയിരുന്ന വെടിയുണ്ടകളെന്നും കണ്ടെത്തൽ. ശുചിമുറിയിൽ ഉപേക്ഷിക്കാൻ ശ്രമിച്ചതെന്നാണ് സൂചന. 3 ബാച്ചുകളിലെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് അന്വേഷണം. വിവരങ്ങളുമായി സനീറ്റയാണ്. ഏറെ ആശങ്കയുണ്ടാക്കിയ കാര്യമാണ് വെടിയുണ്ടകൾ കണ്ടെത്തിയെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസകരമായ വാർത്തയാണ്. എന്തൊക്കെയാണ് സനീറ്റ മറ്റു വിവരങ്ങൾ? സനീറ്റ, കേൾക്കാമോ? ഈ ശുചിമുറി വൃത്തിയാക്കുവാനെത്തിയ ആശുപത്രിയിലെ തൊഴിലാളികൾ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ വെടിയുണ്ടകൾ കാണുന്നത്. തുടർന്ന് RPFനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് അവർ ആശുപത്രിയിലേക്ക് എത്തി പരിശോധന ആരംഭിക്കുന്നത്. ഈ 9mm 7 വെടിയുണ്ടകളായിരുന്നു കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത് സേനാ വിഭാഗത്തിന്റെ വെടിയുണ്ടകൾ ആണെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആരാണ് ഇങ്ങോട്ടേക്ക് ഈ വെടിയുണ്ടകൾ, ഈ ശുചിമുറിയിൽ വെടിയുണ്ടകൾ ഉപേക്ഷിച്ചതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ വെടിയുണ്ടകൾ ഇവിടെ എത്തിയതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ വെടിയുണ്ടകൾ RPFന്റെ തന്നെയാണെന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 1982, 87, 99 RPF ബാച്ചുകൾക്ക് നൽകിയിരുന്ന വെടിയുണ്ടകളാണെന്നാണ് ഇപ്പോൾ എന്തായാലും കണ്ടെത്തിയിരിക്കുന്നത്. ഈ 3 ബാച്ചുകളെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെടിയുണ്ടകൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ശുചിമുറിയിലേക്ക് ഇത്തരത്തിൽ വെടിയുണ്ടകൾ എത്താൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ കാരണമായ അല്ലെങ്കിൽ സാഹചര്യത്തെ പറ്റിയിട്ടാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചത്. എന്തായാലും വഞ്ചൂർ പോലീസ് ആംസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ലിനിഷ. ശരി സനീറ്റ, നന്ദി വിവരങ്ങൾക്ക്.